മേഖലകളിൽ പദമഴ പെയ്തു. ആമ്പല്ലൂരിൽ കനത്ത മഴയിൽ ആലിപ്പഴം വീണു. മാളയിൽ ശക്തമായ മഴയിൽ മരക്കൊമ്പൊടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ ഉദ്ഘാടനം വർണ്ണാഭമായി. എല്ലാ ആസ്വാദകരും ചേരുമ്പോഴാണ് പൂരം നടക്കുകയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആളുകളെ അകറ്റി നിർത്തലല്ല, മറിച്ച് പരമാവധി പേരെ പങ്കെടുപ്പിച്ച് പൂരം ഭംഗിയാക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ലഹരിക്കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ ജനപക്ഷമാകേണ്ട സമയമാണിതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പോലീസിനെ സഹായിക്കും വിധത്തിൽ ജനങ്ങളൊക്കെ പോലീസാകണമെന്നും മന്ത്രി. ടിസിബിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് പിന്തുണ അറിയിച്ച് യുആർ പ്രദീപ് എംഎൽഎ. പെരിങ്ങാട് പുഴയും തീരപ്രദേശവും കണ്ടൽ റിസർവ് വനമാക്കുന്ന നടപടി പിൻവലിക്കുന്നതിന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ജനങ്ങളുടെ സംരക്ഷണമാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നെന്ന് പ്രതിയുടെ മൊഴി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുമ്പ് തുറന്നു നൽകും. മൃഗങ്ങളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏപ്രിലിൽ സുവോളജിക്കൽ പാർക്കിൽ ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വേല ആഘോഷ നിറവിൽ അന്തിമഹാകാളൻ കാവ്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാളവേല വരവ് ആവേശമായി. വാർത്തകൾ വിശദമായി. തൃശൂരിൽ പദമഴ പെയ്തു. അമ്മാടം, കോടന്നൂർ മേഖലകളിലാണ് ശനിയാഴ്ച വൈകിട്ട് പദമഴ പെയ്തത്. 2 സാഹചര്യങ്ങളിലാണ് ഇത്തരം മഴ പെയ്യുക എന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. പ്രത്യേക കാലാവസ്ഥയിൽ മരത്തിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പത സൃഷ്ടിക്കും. സമീപത്ത് ഫാക്ടറികൾ ഉണ്ടെങ്കിലും മഴ പെയ്യുമ്പോൾ പത രൂപപ്പെടുന്നതിന് സാധ്യതയുണ്ട്. അതേസമയം അമ്മാടം മേഖലയിലെ പദമഴയെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ടെന്ന് കാലാവസ്ഥാ ഗവേഷകൻ ഗോപകുമാർ ചൂണ്ടിക്കാട്ടി. മണ്ണിൽ അടിഞ്ഞുകൂടിയ രാസവസ്തുക്കൾ ശക്തമായ മഴയിൽ നുരഞ്ഞു പൊന്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കാലാവസ്ഥാ ഗവേഷകൻ ഗോപകുമാർ ചേരുന്നു. ശ്രീ ഗോപകുമാർ, ഇപ്പോൾ പദമഴ പെയ്തിരിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്ചര്യവും അത്ഭുതവുമാണ്. എന്ത് പ്രതിഭാസം കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പദമഴ പെയ്യുന്നത്? നമുക്കിതിന് പദമഴ എന്നുള്ള പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മഴ പതയായിട്ടല്ല പെയ്തിട്ടുള്ളത്. മഴ പെയ്തതിനു ശേഷം പിന്നെ അവിടെ കെട്ടിക്കിടന്നിട്ടുള്ള അല്ലെങ്കിൽ ഉണങ്ങിക്കിടന്നിട്ടുള്ള ഈ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസോ അല്ലെങ്കിൽ ഡിറ്റർജൻസ് തുടങ്ങിയതോ, ഫിനോൾസോ, ആൽക്കഹോൾ സ്പേസ് എഫ്ലുവൻസ്, ടെക്സ്റ്റൈൽ, അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന എഫ്ലുവൻസ്, പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ ആരെങ്കിലും കൊണ്ട് തട്ടിയതായിരിക്കണം. അതിൽ വെള്ളം മഴയുടെ രൂപത്തിൽ വന്നപ്പോൾ അത് പതഞ്ഞു പൊന്തിയതാകാനാണ് സാധ്യത. അല്ലാതെ മഴ പതയായിട്ട് പെയ്തിട്ടുള്ളതല്ല എന്നാണ് കാണാൻ പറ്റുന്നതും അങ്ങനെ മനസ്സിലാക്കേണ്ടതും. ആ പ്രദേശങ്ങളിൽ ഈ പ്രത്യേക അമ്മടം കോടന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് അല്ലെങ്കിൽ പൊല്യൂട്ടൻസ് ആരെങ്കിലും കൊണ്ട് തള്ളിയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്താണ് അന്വേഷിക്കേണ്ടത്. അത് ഏത് തരത്തിലുള്ള എഫ്ലുവന്റ് ആണ്, പൊല്യൂട്ടൻ ആണ്, ആരോഗ്യത്തിന് പ്രശ്നങ്ങളാണോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കേണ്ടതുണ്ട്. അത് പിന്നെ ഇതെല്ലാം ഒഴുകി ജലാശയങ്ങളിലേക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും പഠനവിധേയമാക്കുന്നതുണ്ട്. ആദ്യം തന്നെ ഇതിന്റെ സാമ്പിൾ എടുത്ത് കളക്ട് ചെയ്തിട്ട് രാസപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടും ഇത് എന്താണെന്നും അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുള്ളൂ. മഴ സാധാരണ പോലത്തുള്ള മഴ പെയ്തിട്ടുള്ളത്. മഴ മഴ പെയ്യുന്ന പോലെയോ ചുവന്ന മഴ പെയ്യുന്ന പോലെയോ ഒന്നും പെയ്തിട്ടുള്ളത്. മഴയാണ് വേനൽമഴ പെയ്തത്. അത് ആ പ്രത്യേക പ്രദേശങ്ങളിൽ ഇത് കാണുന്നത് ഈ വീഡിയോ കാണുമ്പോൾ അതിലൂടെ പതഞ്ഞു പോകുന്നതായിട്ടും ഇത് കാറ്റടിക്കുമ്പോൾ ഈ പത ഉയർന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ എന്ത് തരത്തിലുള്ള മലിനീകാരിയാണ് ഈ അവിടെ അടിഞ്ഞുകൂടി അല്ലെങ്കിൽ തള്ളിയിട്ടുള്ളത്, ആരെങ്കിലും കൊണ്ട് തള്ളിയതായിരിക്കാൻ സാധ്യത. അപ്പൊ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്നുണ്ട്. അതിന്റെ സാമ്പിൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കളക്ട് ചെയ്ത് വയ്ക്കുകയും അത് രാസപരിശോധന ലാബിലോട്ട് അയക്കാനുള്ള നടപടികൾ എടുത്ത് അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്യുന്നവർക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതും ആവശ്യമാണ്.
ശ്രീ ഗോപകുമാർ, ഇത് പദമഴ അല്ല, ഇൻഡസ്ട്രിയൽ പൊല്യൂഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണത്തിന് സാധ്യത വരുത്തും എന്ന ഒരു ആശങ്ക ഉണ്ടോ? ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഇതുപോലുള്ള ഫ്ലോത്ത് അല്ലെങ്കിൽ പത ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ നമുക്ക് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലൊന്നും അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും യൂട്യൂബിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ ഓരോരോ പ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അവിടെ ഏത് തരത്തിലുള്ള എഫ്ലുവന്റ് ആണ് അല്ലെങ്കിൽ പൊല്യൂട്ടന്റ് ആണ് ഈ പതയ്ക്ക് കാരണമാകുന്നത് എന്നുള്ളത് നമ്മൾ അതാത് പ്രദേശത്തിന്റെ ഏതെല്ലാം പ്രദേശത്ത് എന്തെല്ലാം തരത്തിലുള്ള ഇൻഡസ്ട്രി ഉണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള എഫ്ലുവൻസ് ആണ് പുറത്തേക്ക് വരുന്നത്, ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തണം. നമുക്ക് ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ കൊണ്ട് തള്ളിയിട്ടുള്ളത് ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള തൽപ്രദേശത്തുള്ളതോ അതല്ല മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വല്ല വണ്ടിക്കാർ വല്ലതും കൊണ്ട് തള്ളി പോകും. നമുക്ക് വേസ്റ്റ് തള്ളുന്നത് പുതിയൊരു കാര്യമല്ലല്ലോ. ഓർഗാനിക് കോഴി വേസ്റ്റ് ഒക്കെ തള്ളുന്ന പോലെ തന്നെ ഇത് നമ്മുടെ കക്കൂസ് മാലിന്യം വരെ നമ്മുടെ വഴിയരിയിലൊക്കെ തള്ളിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണെന്നാണ് കരുതുന്നത്. ആ തരത്തിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമായിട്ട് മാറാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാവിയിലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ നിരീക്ഷണ ക്യാമറകളൊക്കെ വെക്കേണ്ടതുണ്ട് ചെയ്യാനായിട്ട്. നന്ദി ശ്രീ ഗോപകുമാർ. കാലാവസ്ഥാ ഗവേഷകൻ ഗോപകുമാറാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇത് ഒരു പദമഴയല്ല, ഇൻഡസ്ട്രിയൽ പൊല്യൂഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാകാം ഈ ഒരു പ്രതിഭാസം എന്നാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്തായാലും വിശദമായ അന്വേഷണത്തിന് ശേഷമേ അല്ലെങ്കിൽ ടെസ്റ്റിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതിഭാസത്തിനെ കുറിച്ച് കൂടുതലുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. പുതുക്കാട് ആമ്പല്ലൂർ മേഖലയിൽ പെയ്ത ശക്തമായ മഴയിൽ ആലിപ്പഴം വീണു. ശനിയാഴ്ച വൈകിട്ടോടെയാണ് ഇടിമിന്നലോടുകൂടിയ മഴ പെയ്തത്. ആമ്പല്ലൂർ നെന്മണിക്കര പ്രദേശത്താണ് മഴയിൽ ആലിപ്പഴ വീഴ്ചയുണ്ടായത്. ഷീറ്റുകൾക്ക് മുകളിൽ വലിയ ശബ്ദത്തിൽ മഴത്തുള്ളികൾ വീണതോടെ പുറത്തിറങ്ങിയവർക്കാണ് ആലിപ്പഴം വീഴ്ചയാണെന്ന് മനസ്സിലായത്. കൈക്കുമ്പിളിൽ കിട്ടിയ ആലിപ്പഴം അലിഞ്ഞുപോയ നിമിഷനേരം ആളുകൾക്ക് കൗതുകമായി. ശക്തമായ മഴയെ തുടർന്ന് പുതുക്കാട് ദേശീയപാതയിൽ നേരിയ തോതിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും പാലപ്പിള്ളി ചിമ്മിനി ഡാം റോഡിൽ 5 മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. എച്ചിപ്പാറ വലിയകുളം ഭാഗത്താണ് റോഡിലേക്കും വൈദ്യുത ലൈനുകളിലേക്കുമായി മരങ്ങൾ വീണത്. ആർക്കും പരിക്കില്ല. ബസ് സർവീസ് ഉൾപ്പെടെ ഗതാഗതം 3 മണിക്കൂറോളം തടസ്സപ്പെട്ടു. അപകടത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുത ബന്ധവും തടസ്സപ്പെട്ടു. മരങ്ങൾ വെട്ടിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മാള കുന്നത്തുകാട് കനത്ത കാറ്റിൽ മരക്കൊമ്പൊടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. കൊടകര നന്ദിപുലം സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. താടിയെല്ലിനും കാലിലും പരിക്കേറ്റ വിഷ്ണുവിനെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേലഡൂരിലെ മിൽസ് കൺട്രോൾസ് കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് പുത്തൻചിറയിലുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന പ്ലാവിന്റെ ചില്ലയാണ് ഒടിഞ്ഞ് ബൈക്കിന് മുകളിൽ വീണത്. എല്ലാ ആസ്വാദകരും ചേരുമ്പോഴാണ് പൂരം നടക്കുകയെന്നും വരത്തനായി വന്ന് തൃശൂരിന്റെ മരുമകനായ തനിക്ക് പൂരം നടത്തലിന്റെ അവകാശികൾക്കൊപ്പം അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആളുകളെ അകറ്റി നിർത്തലല്ല, മറിച്ച് പരമാവധി പേരെ പങ്കെടുപ്പിച്ച് പൂരം ഭംഗിയാക്കലാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി നടക്കുന്ന 62ാമത് പൂരം പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു മുഖ്യാതിഥിയായി. P ബാലചന്ദ്രൻ MLA, നിയുക്ത കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ ML റോസി, പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, റെജി ജോയ്, പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് K രവീന്ദ്രനാഥ്, സെക്രട്ടറി M രവികുമാർ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 150-ലേറെ സ്റ്റാളുകളും 70-ലേറെ പവലിയനുകളും ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 40 രൂപയും പൂരത്തിൻ്റെ 3 ദിവസങ്ങളിൽ 50 രൂപയുമാണ് പ്രവേശന നിരക്ക്. ഏപ്രിൽ 2 മുതൽ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 9 വരെ നടക്കുന്ന പ്രദർശനം മെയ് അവസാന വാരം സമാപിക്കും. TCV ന്യൂസ്, തൃശൂർ. ലഹരിക്കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ ജനപക്ഷമാകണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പോലീസിനെ സഹായിക്കും വിധത്തിൽ ജനങ്ങളൊക്കെ പോലീസാകണമെന്നും മന്ത്രി പറഞ്ഞു.
ഉദ്ഘാടകനായിരുന്ന മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ സന്ദേശം മന്ത്രി കെ രാജൻ ചടങ്ങിൽ വായിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ബലഗം അനാച്ഛാദനം നിർവഹിച്ചു. കമ്മീഷണർ ആർ ഇളങ്കോ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ പെരിഞ്ചേരി, ഫാദർ വർഗീസ് കൂത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പോലീസ് സ്റ്റേഷൻ കെട്ടിടം വന്നാലും പോലീസുകാരൻ എന്ന നിലയിൽ ഒരു പുതിയതായിട്ട് ഒരു കുഞ്ഞ് ഈ പോലീസ് സ്റ്റേഷൻ ഈ റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോലീസ് സ്റ്റേഷൻ വന്നതുകൊണ്ട് ഉൾപ്പെടെയുള്ളതിൻ്റെ വ്യാപനമാണ് കേരളത്തിലാകെ. ശക്തമായി അതിനെ നേരിടാൻ നമുക്ക് പറ്റണം. അതിന് പോലീസ് മാത്രം പോരാ, പോലീസിൻ്റെ ശക്തമായിട്ടുള്ള നേതൃത്വവും അവരുടെ ഇടപെടലും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പോലീസിനെ സഹായിക്കാവുന്ന വിധത്തിൽ ജനങ്ങളൊക്കെ പോലീസാകണം, ജനങ്ങളെല്ലാം പോലീസാകണം. മയക്കുമരുന്ന് നമുക്കിടയിൽ അതിഭീകരമായി പടർന്നു പന്തലിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. പെരിങ്ങാട് പുഴ വനംഭൂമിയാക്കുന്നതിനുള്ള ഉത്തരവ് റദ്ദ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതായി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണലും ചെളിയും നിറഞ്ഞ പുഴയില്ലാതാവുകയാണെന്നും അതുകൊണ്ട് തന്നെ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുമ്പോൾ പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലാകുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഉത്തരവ് അത് റദ്ദ് ചെയ്യാനും നോട്ടിഫൈ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പ്രവർത്തിക്കാനും നിയമപരമായ നടപടികൾ നാളെ മുതൽ ആരംഭിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും അവിടുത്തെ ജനങ്ങളുടെ കൂടെയാണ് വനം വകുപ്പും സർക്കാരും. അപ്പോൾ ഒരു തരത്തിലും ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിച്ചല്ല ജനങ്ങൾക്ക് ശുദ്ധവെള്ളവും വെളിച്ചവും വായുവും നൽകുക എന്നതായിരുന്നു ഉദ്ദേശം. പുഴ വനമാക്കി മാറ്റുന്നതിനെതിരെ പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഉത്തരവ് റദ്ദാക്കാൻ സർക്കാർ നിർബന്ധിതരായത്. വിഷയം ചർച്ച ചെയ്യുന്നതിനായി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. രാമനിലയത്തിൽ നടന്ന യോഗത്തിൽ എംഎൽഎമാരായ മുരളി പെരുന്നെല്ലി, എൻ കെ അക്ബർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതിയായ ലിഷോയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. യുവാവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വാൾ വീടിന് സമീപത്തെ പൊന്തക്കാട്ടിൽ നിന്ന് കണ്ടെത്തി. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. എസ്ഐമാരായ സുകുമാരൻ, വൈശാഖ്, ഫക്രുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന ലിഷോയെ അതിസാഹസികമായാണ് കുന്നംകുളം പോലീസ് ശനിയാഴ്ച രാവിലെ സംഭവം നടന്ന സമീപത്തെ വീട്ടിൽ നിന്നും പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രിയാണ് പെരുമ്പിലാവ് ആൽത്തറ 4 സെന്റ് ഉന്നതിയിലുണ്ടായ സംഘർഷത്തിൽ കടവല്ലൂർ സ്വദേശി അക്ഷയ് കൊല്ലപ്പെട്ടത്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുമ്പ് തുറക്കുമെന്ന് മന്ത്രിമാരായ കെ രാജൻ, എ കെ ശശീന്ദ്രൻ എന്നിവർ അറിയിച്ചു. സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രിമാർ. മെയ് മാസത്തിൽ തന്നെ സിവിൽ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കുമെന്നും മന്ത്രിമാർ പറഞ്ഞു. ഓഗസ്റ്റ് മാസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇനി അവസാന ഘട്ടത്തിൽ ഉറപ്പിക്കാനുള്ളത് വിദേശത്ത് നിന്ന് എത്തിച്ചേരേണ്ട 5ഓളം മൃഗങ്ങളുടെ കാര്യത്തിലാണ്. ആ കാര്യത്തിൽ നമുക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണിപ്പോൾ മന്ത്രിമാരുടെ സാന്നിധ്യത്തിലുണ്ടാക്കിയ നിർദ്ദേശം. 269 കോടി രൂപ എന്നാണ് ആദ്യഘട്ടത്തിൽ കിഫ്ബി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഏതാണ്ട് 333 കോടിയോളം ഇതിനകം തന്നെ അനുവദിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. തുടർന്ന് ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ വളരെ വിശാലമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ എടുക്കാം എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഓഗസ്റ്റ് മാസത്തോടെ നിലവിലുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കും. നമ്മൾക്ക് നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷേ ഓഗസ്റ്റിനപ്പുറം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരാനാവാത്ത വിധത്തിൽ കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്നാണ്. അങ്ങനെ വരുമ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ പാർക്ക് സന്ദർശിക്കാനും വൈവിധ്യമാർന്ന ഇവിടുത്തെ വന്യമൃഗ സങ്കേതങ്ങളെ കാണാനും അവർക്ക് കഴിയും. അതുപോലെ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഉള്ളതുപോലുള്ള ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ചില നടപടികളും ഉണ്ടാകുന്നത് നന്നായിരിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മൃഗങ്ങളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഏപ്രിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കും.
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൃഗശാല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോൺക്ലേവിൽ പങ്കെടുക്കും. മൃഗങ്ങളെ എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഓഗസ്റ്റിന് മുൻപായി പൂർത്തിയാക്കും. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പരിശീലനം പൂർത്തിയാക്കിയ 13 ആനിമൽ കീപ്പർമാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ മന്ത്രിമാർ വിതരണം ചെയ്തു. പരിശീലനത്തിനിടെ മരണമടഞ്ഞ അമൽദേവിന്റെ കുടുംബത്തിന് ധനസഹായവും കൈമാറി. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുകഴേന്തി, കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാം, സെൻട്രൽ സർക്കിൾ CCF ഡോക്ടർ ആർ അടലരച്ചൻ, DFO രവികുമാർ മീണ, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ കെ സുനിൽകുമാർ, BN നാഗരാജു, CPWC സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മധുസൂദനൻ റാവു, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിന് ശേഷം മന്ത്രിതല സംഘം സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ചു. TCV തൃശൂർ. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ആവേശമായി. ആനയില്ലാത്ത വേലയായതിനാൽ കാളകളാണ് വേലയ്ക്ക് മാറ്റുകൂട്ടിയത്. ചേലക്കര, തോന്നൂർക്കര, കുറുമല, പങ്ങാരപ്പിള്ളി, വെങ്ങാനല്ലൂർ, ചേലക്കോട് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള കാളവേലകൾ കാവിന് മുന്നിലെത്തി. ഞായറാഴ്ച രാവിലെയാണ് കാളവേലകൾ കാവുകയറുക. ഒളകര ഉന്നതിയിലെ 44 കുടുംബങ്ങൾക്കുള്ള വനാവകാശ രേഖ മന്ത്രിമാരായ കെ രാജൻ, AK ശശീന്ദ്രൻ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. 6 പതിറ്റാണ്ടിലേറെ കാലം മഴയും വെയിലും മഞ്ഞും സഹിച്ച ഊരിലെ മുഴുവൻ മനുഷ്യരുടെയും സ്വപ്ന സാഫല്യമാണിതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കോരിച്ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെ ഒളകര ഉന്നതിയിൽ വനാവകാശ രേഖ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. താൻ ഒരു വാക്ക് നൽകിയിരുന്നു, ആ വാക്കു പാലിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഒളകര ഉന്നതിയിൽ നടന്ന ചടങ്ങിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പട്ടികവർഗ ക്ഷേമ വകുപ്പ് ഡയറക്ടർ V രേണുരാജ, വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത V കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മഴയും വെയിലും മഞ്ഞും ഒക്കെ സഹിച്ച് എത്രയോ തവണ തിന്നുകൾ, ആക്രമണങ്ങൾ, വനവിഭാഗമായിട്ടുള്ള വന്യമൃഗാക്രമണങ്ങൾ ഇതെല്ലാം നടക്കുമ്പോഴും ഒരു ദിവസം ഞങ്ങളുടെ സ്വപ്നം പൂക്കും എന്ന് കരുതിയിരുന്ന മാധവ് ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള ഈ ആദിവാസി ഊരിലെ മുഴുവൻ മനുഷ്യരും ആ പൂ പൂത്തു, ആ മഴ പെയ്തു, ആ ഓക്കെ കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പൊയ്യ സ്വദേശി ഇറ്റിത്തറ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. തെക്കേനടയിൽ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ അമിത വേഗതയിൽ വന്ന കാർ പോലീസ് തടയുകയായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന എടവിലങ്ങ് സ്വദേശി ബിനോജ് മദ്യപിച്ചിരുന്നതായി വ്യക്തമായതിനെ തുടർന്ന് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ കാറിൽ സഹയാത്രികനായിരുന്ന രാഹുൽ താനാണ് വാഹനം ഓടിച്ചതെന്ന് അവകാശപ്പെട്ട് പോലീസുമായി തർക്കത്തിലേർപ്പെട്ടു. തുടർന്ന് ഇരുവരെയും ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇയാൾ പോലീസിനെ ആക്രമിച്ചത്. ജീപ്പിന്റെ പിൻസീറ്റിൽ ഇരുന്നിരുന്ന രാഹുൽ മുന്നിലിരുന്നിരുന്ന CPO ഷമീറിനെ കഴുത്തിന് പിടിച്ച് മർദ്ദിച്ചു. മറ്റുള്ളവർ തടയാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ജീപ്പിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ഗ്രേഡ് SI ബാബുവിനെ ആക്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ SI ബാബുവിന്റെ വലത് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. വടക്കാഞ്ചേരി മാരാത്തുകുന്നിൽ വീട്ടിൽ തീപിടുത്തം. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മാരാത്തുകുന്ന് സെന്ററിന് സമീപമുള്ള ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുനിയപ്പന്റെ മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. മുറിയിൽ സൂക്ഷിച്ചിരുന്ന പഴയ വസ്ത്രങ്ങൾക്കും ടിവിയും മറ്റ് ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. പഴയ വസ്ത്രങ്ങൾ ശേഖരിക്കുന്ന ആളാണ് മുനിയപ്പൻ. അപകട സമയത്ത് ഇയാൾ പുറത്തായിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. കോർപ്പറേഷന്റെ ഗാർബേജ് ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായി 5 സ്റ്റാർ ലഭിക്കുന്നതിനായി മലിനജലം ഒഴുകുന്ന കാനകളിൽ വ്യാപകമായി സ്കീനറുകൾ സ്ഥാപിക്കുന്നത് മൂലം കാനകളിൽ മാലിന്യം വന്ന് അടിഞ്ഞുകൂടാൻ ഇടയാകുന്നതായി പരാതി.
കാനകളിൽ സ്കീനറുകളായി ഗ്രില്ലുകൾ സ്ഥാപിക്കുന്നത് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന സ്ഥിതിയാണ്. കോർപ്പറേഷനിൽ പലയിടത്തും വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചിട്ടുള്ള കാനകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ കാനകൾ പുതുക്കി പണിയാൻ പോലും തയ്യാറാവാതെയാണ് കോർപ്പറേഷൻ കാനകളുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് കാനകളിൽ സ്കീനറുകൾ സ്ഥാപിക്കുന്നതെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചിറങ്ങരയിൽ രണ്ടാമത്തെ കെണിക്കൂട് എത്തിച്ചു. വെള്ളിക്കുളങ്ങരയിലെ രണ്ടു കൈയിൽ നിന്ന് കൊണ്ടുവന്ന കൂടിന് നേരിയ തകരാറുണ്ട്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഇത് അടുത്ത ദിവസം മുറിപ്പറമ്പിലെ കുറ്റിക്കാട്ടിൽ സ്ഥാപിക്കും. ചിറങ്ങര മംഗലശ്ശേരി റോഡിലെ പാടത്തോട് ചേർന്നുള്ള പറമ്പിലാണ് കഴിഞ്ഞ ദിവസം ആദ്യ കെണിക്കൂട് വച്ചത്. സനീഷ് കുമാർ ജോസഫ് MLA സ്ഥലത്തെത്തിയിരുന്നു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, വാഴച്ചാൽ DFO R ലക്ഷ്മി എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. കൊണ്ടാഴി തൃത്തംതളി ശിവപാർവതി ക്ഷേത്രത്തിൽ മോഷണം. വിഷ്ണു ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചാണ് മോഷണം നടന്നത്. തൂക്കുവിളക്കുകളും മറ്റ് സാമഗ്രികളും ഉൾപ്പെടെ 50,000 രൂപയുടെ ക്ഷേത്ര സാമഗ്രികൾ മോഷണം പോയതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. പുലർച്ചെ ക്ഷേത്ര ജീവനക്കാർ എത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. TCV ക്യാമ്പയിന് ആശംസകൾ നേർന്ന് MLA UR പ്രദീപ്. കേരളത്തിൽ ലഹരി വിഷയത്തിൽ ഓരോ കുടുംബവും ഇടപെടണമെന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായി വരുന്ന ലഹരിമരുന്ന് കടത്താൻ തടയൽ ഓരോ കുടുംബവും ഈ ക്യാമ്പയിന്റെ ഭാഗമാകണമെന്നും MLA പറഞ്ഞു. TCVയുടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്നും കൂടെയുണ്ടാകുമെന്നും MLA കൂട്ടിച്ചേർത്തു. ആദ്യം തന്നെ TCV സംഘടിപ്പിക്കുന്ന അടുത്ത് നിങ്ങളാവാതിരിക്കട്ടെ ലഹരിക്കെതിരായി വലിയ ബോധവൽക്കരണ പരിപാടികളാണ് സർക്കാരും പൊതുജനങ്ങളും ഏറ്റെടുക്കുന്നത്. ആ കാര്യത്തിൽ TCV ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി അവരെ ഞാൻ പ്രത്യേകം ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. വലിയ തോതിലുള്ള അന്യസംസ്ഥാനത്തിൽ നിന്നെല്ലാം കടന്നുകയറ്റം നല്ലപോലെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരികയും പുതിയ തലമുറകൾ ഇതിനെ അടിമപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല കേൾക്കാൻ പാടില്ലാത്ത വാർത്തകളും ഈ നാടിനകത്ത് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ ശക്തമായി ഞാനും നിങ്ങളും എല്ലാം ഇത് മറ്റാരുടെയും ചുമതലയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നമ്മളും ഇത് ഏറ്റെടുക്കണം, നമ്മളും പങ്കാളിയാവണം. എൻ്റെ കുടുംബത്തെ നാളെ ഇത് ബാധിക്കും എന്ന തോതിൽ നമ്മൾ ഓരോരുത്തരും ബോധത്തോടു കൂടി ഇടപെടേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ചാനൽ അതിനുവേണ്ടി മുൻകൈ എടുത്തതിന് ഞാൻ പ്രത്യേകം അവരെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. നാളെ നിങ്ങളും ആവാതിരിക്കട്ടെ എന്ന ക്യാപ്ഷൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന ഈ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുക. തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി ജുമാ മസ്ജിദിലെ നോമ്പുതുറയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും BJP നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ചീഫ് ഇമാം ഇബ്രാഹിം ഫലാഹിയുടെ നേതൃത്വത്തിൽ മസ്ജിദ് പ്രസിഡന്റ് ഹയാത്ത് ഖാൻ, മുത്തവല്ലി PC സിയാദ്, ജനറൽ സെക്രട്ടറി അബ്ദുൾ ബാസിദ് എന്നിവർ ചേർന്ന് പൂച്ചെണ്ട് നൽകി കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് പഴവർഗ്ഗങ്ങളും ചെട്ടിങ്ങാടി ജുമാ മസ്ജിദിലെ പ്രസിദ്ധമായ ജീരകക്കഞ്ഞിയും കഴിച്ച് സുരേഷ് ഗോപിയും സംഘവും നോമ്പുതുറയിൽ പങ്കെടുത്തു. അടുത്ത വർഷവും നോമ്പുതുറയിൽ പങ്കെടുക്കാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി യാത്ര പറഞ്ഞത്. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ തുടങ്ങിയവരും പ്രവർത്തകരും സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്നു. കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം CK ചന്ദ്രപ്പന്റെ 13ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. തൃശൂർ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് MV സുരേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു, VA കൊച്ചുമൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനം കടുത്ത ചൂടിനെ നേരിടുന്ന സാഹചര്യത്തിലാണ് ഓരോ ജലദിനവും കടന്നുപോകുന്നത്. പലയിടത്തും ജലക്ഷാമം നേരിടുമ്പോൾ ജലം അമൂല്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ജലദിനവും. മാർച്ച് 22-നാണ് ലോക ജലദിനം ആചരിക്കുന്നത്.
ഈ ദിനം ജലത്തിന്റെ പ്രാധാന്യം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, പ്രകൃതിയിൽ വെള്ളത്തിന്റെ ഉപയോഗം, ദുർബലമായ ജലവിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം ലക്ഷ്യമാക്കിയാണ് ലോകം മുഴുവൻ ആചരിക്കുന്നത്. ലോക ജലദിനം എന്ന ആശയം ആദ്യമായി ഉയർന്നുവന്നത് 1992 ബ്രസീലിലെ റിയോവിൽ ചേർന്ന UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിലാണ്. ഇതേ തുടർന്നാണ് UN ജനറൽ അസംബ്ലി 1993 മുതൽ മാർച്ച് 22 ഈ ദിനം ലോക ജലദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. എല്ലാ കാലത്തും പറയുന്നത് അടുത്ത മഹായുദ്ധം നടക്കാൻ പോകുന്നത് ജലത്തിനു വേണ്ടിയായിരിക്കും. പൊന്നിനേക്കാൾ മൂല്യം ജലത്തിന് ഉണ്ടാകുന്ന കാലത്തേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഹാനദികളും കുടിവെള്ള സ്രോതസ്സുകളും ദിനം പ്രതി മാലിന്യ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുളങ്ങളും കിണറുകളും രാസവസ്തുക്കളുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരേ സമയം സമാധാനവും സംഘർഷവും ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു അമൂല്യ നിധിയാണ് ജലം. ഇന്ന് ഈ ലോക ജലദിനത്തിൽ ഇതെല്ലാം നാം ഓർമ്മയിൽ വെക്കേണ്ട വസ്തുതയാണ്. മതിലകത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എറണാകുളം എടവനക്കാട് സ്വദേശി പൂത്തേഴത്ത് വീട്ടിൽ സജീറിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 15-ന് പൊന്നക്കുരു ബസാറിൽ മതിലകം പുതിയകാവ് സ്വദേശി കല്ലുങ്ങൽ വീട്ടിൽ അനസിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. അനസ് അഴീക്കോട് ലൈറ്റ് ഹൌസിനടുത്ത് താമസിച്ചിരുന്ന സമയത്ത് 10 ലക്ഷം രൂപയോളം സജീറിൽ നിന്ന് വാങ്ങിയിരുന്നു. ഇത് തിരികെ കൊടുക്കാത്തതിലുള്ള വിരോധത്തിലാണ് അനസിനെ പ്രതി ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 12ാം ശമ്പള കമ്മീഷനെ അടിയന്തരമായി നിയോഗിക്കണമെന്ന് ജോയിന്റ് കൌൺസിൽ തൃശൂർ ടൌൺ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സാഹിത്യ അക്കാദമിയിൽ നടന്ന സമ്മേളനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ KP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൌൺസിൽ ടൌൺ മേഖലാ പ്രസിഡന്റ് TD പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് R ഹരീഷ് കുമാർ, ജോയിന്റ് കൌൺസിൽ വനിതാ ജില്ലാ സെക്രട്ടറി PN നിത തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ ജീവനക്കാർ ഒരുമിച്ച് പണിമുടക്കാലയങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് പണിമുടക്കാനാണ് പങ്കാളിത്തം. അധ്യാപകർ എന്നും പ്രകാശിക്കുന്ന പ്രകാശഗോപുരങ്ങളാണെന്ന് P ബാലചന്ദ്രൻ MLA പറഞ്ഞു. തൃശൂർ വെസ്റ്റ് ഉപജില്ലയിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. ഈ വർഷം 80 അധ്യാപകരാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. പ്രശസ്ത മോട്ടിവേഷണൽ ട്രെയിനർ പ്രവീൺ ചിറയത്ത്, സംഘടനാ പ്രതിനിധികളായ പ്രേംനാഥ്, AM ജെയ്സൺ, നാരായണൻ, സുനിൽകുമാർ, HM ഫോറം കൺവീനർ ജോഷി D കൊള്ളന്നൂർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ് ക്യാമ്പയിൻ വെള്ളം പൊള്ളും. ചൂട് കൂടിയതോടെ മത്സ്യലഭ്യതയും കുറഞ്ഞു. വറുതിയിലായി മത്സ്യത്തൊഴിലാളികൾ. കടലിൽ മത്സ്യക്കുറവ് മൂലം ചെറുവഞ്ചികളും വള്ളങ്ങളും ഇറക്കാൻ കഴിയാതെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ദുരിതത്തിലായത്. ഏതാനും ചെറുവള്ളങ്ങൾ മാത്രമാണ് നാട്ടികയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നത്. പോകുന്നവർക്ക് കിട്ടുന്നത് വളരെ കുറഞ്ഞ മത്സ്യങ്ങളാണ്. ചില ദിവസങ്ങളിൽ ഒന്നും കിട്ടുകയുമില്ല. പലരിൽ നിന്നും കടം വാങ്ങിയാണ് കടലിൽ പോകുന്നത്. മത്സ്യം കിട്ടിയാലും ചിലവ് കാശിന് പോലും തികയുകയുമില്ല. ചെറുവള്ളങ്ങളും വഞ്ചികളും കരയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലിലെ ചൂട് വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ്. ഇതുമൂലം മത്സ്യങ്ങൾ ഉൾവലിഞ്ഞാണ് അനുദിനം മത്സ്യം കുറയാൻ കാരണമായതെന്നും ഉൾക്കടലിൽ നിന്നും കരകയറിയുള്ള ബോട്ടുകളുടെ മീൻപിടുത്തവും മത്സ്യം കുറയാൻ കാരണമായതായും തൊഴിലാളികൾ പറയുന്നു. മുൻപ് മത്തിയും അയലയും സുലഭമായി ലഭിച്ചിരുന്നു. ഇപ്പോഴാകട്ടെ വല്ലപ്പോഴും കിട്ടിയാലായി, അതും കുറഞ്ഞ അളവിൽ. ഇതുമൂലം മത്സ്യബന്ധന തൊഴിലാളികളെയും അനുബന്ധ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സർക്കാർ അടിയന്തരമായി ആവശ്യമായ സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. TCV ന്യൂസ്, അന്തിക്കാട്. യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കാളമുറി സ്വദേശി പഴുപ്പറമ്പിൽ വീട്ടിൽ അർജുനെയാണ് 6 മാസത്തേക്ക് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. അർജുന വധശ്രമ കേസ് ഉൾപ്പെടെ 12ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് അർജുനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്.
അന്താരാഷ്ട്ര ഓട്ടിസം അവബോധ ദിനാചരണത്തോടനുബന്ധിച്ച് ഒളരി അംഹ ഓട്ടിസം സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ തിരിച്ചറിവ് എന്ന പേരിൽ തെരുവ് നാടകം സംഘടിപ്പിച്ചു. പൊതുജന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച നാടകത്തിൽ അംഹ സാരഥി ഡോക്ടർ ഭാനുമതിയും രക്ഷിതാക്കളും അധ്യാപകരുമാണ് രംഗത്തെത്തിയത്. ഓട്ടിസം ബാധിതരെ സമൂഹത്തിന്റെ അരികിലേക്ക് മാറ്റി നിർത്തുകയല്ല, പകരം ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്ന് നാടകത്തിലൂടെ സംഘം പറഞ്ഞു. വരും ദിവസങ്ങളിൽ കുന്നംകുളം, ചേർപ്പ്, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലും ബോധവൽക്കരണ തെരുവ് നാടകവുമായി സംഘമെത്തും. കെ സുമൈബാൻ രചനയും സച്ചിൻ സാജു സംഗീതവും നിർവഹിച്ച നാടകം സംവിധാനം ചെയ്തത് തൃശൂർ രംഗചേതനയുടെ ആർട്ടിസ്റ്റ് ഡയറക്ടർ KV ഗണേഷാണ്. 13 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ സ്ത്രീയടക്കം 2 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ SN റോഡ് സ്വദേശി ഓട്ടുപുരയ്ക്കൽ വീട്ടിൽ സന്ധ്യ, പെരിങ്ങോട്ടുകര സ്വദേശി പാണ്ടത്ര വീട്ടിൽ ഷൈബിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ചാഴൂർ ഐശ്വര്യ റോഡ് സ്വദേശി വലിയപുരയ്ക്കൽ സുപ്രിയയുടെ വീട്ടിൽ നിന്ന് 16 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. സുപ്രിയയുടെ വീട്ടിൽ ജോലിക്ക് പോയ സന്ധ്യ അലമാര തുറന്നു കിടക്കുന്നത് കണ്ട് അലമാരയിലെ ലോക്കറിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുകയായിരുന്നു. മോഷണ സ്വർണം വിൽക്കുന്നതിനായി സുഹൃത്തായ ഷൈബിനെ ഏൽപ്പിച്ചു. ഷൈബിൻ പെരിങ്ങോട്ടുകര സ്വദേശിയായ അരുണുമായി മദ്യപിച്ചിരിക്കുമ്പോൾ സന്ധ്യ മോഷണം നടത്തിയ വിവരം അരുണിനോട് പറഞ്ഞു. അരുൺ ഇക്കാര്യം മറ്റുള്ളവരോട് പറയുമോ എന്നുള്ള ഭയത്താൽ 2 ദിവസം മുമ്പ് ഷൈബിനെ ബാറിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയി അരുണിന്റെ വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും സന്ധ്യയെ പീഡിപ്പിച്ചുവെന്ന് കഥയുണ്ടാക്കി ഷൈബിനും സന്ധ്യയും പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സന്ധ്യയുടെ പരാതിയിൽ അരുണിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ വിവരം പുറത്തായത്. എടമുട്ടം കഴിമ്പ്രത്ത് വൻ സ്പിരിറ്റ് വേട്ട. കഴിമ്പ്രം സ്കൂളിന് സമീപം വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന 6500 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി പരശുരാമനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. 35 ലിറ്ററിന്റെ 197 പ്ലാസ്റ്റിക് കന്നാസുകളിലായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റാണ് പിടിച്ചെടുത്തത്. തളിക്കുളം സ്വദേശിയാണ് കെട്ടിടം വാടകയ്ക്കെടുത്തിരുന്നത്. വാടാനപ്പള്ളി എക്സൈസ് CI ബെന്നി ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8230 രൂപ, പവന് 65840 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3432 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അമ്മാടം, കോടന്നൂർ മേഖലകളിൽ പദമഴ പെയ്തു. ആമ്പല്ലൂരിൽ കനത്ത മഴയിൽ ആലിപ്പഴം വീണു. മാളയിൽ ശക്തമായ മഴയിൽ മരക്കൊമ്പൊടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ ഉദ്ഘാടനം വർണ്ണാഭമായി. എല്ലാ ആസ്വാദകരും ചേരുമ്പോഴാണ് പൂരം നടക്കുകയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആളുകളെ അകറ്റി നിർത്തലല്ല, മറിച്ച് പരമാവധി പേരെ പങ്കെടുപ്പിച്ച് പൂരം ഭംഗിയാക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ലഹരിക്കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ ജനപക്ഷമാകേണ്ട സമയമാണിതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പോലീസിനെ സഹായിക്കും വിധത്തിൽ ജനങ്ങളൊക്കെ പോലീസ് ആകണമെന്നും മന്ത്രി. TCVയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് പിന്തുണ അറിയിച്ച് UR പ്രദീപ് MLA. പെരിങ്ങാട് പുഴയും തീരപ്രദേശവും കണ്ടൽ റിസർവ് വനമാക്കുന്ന നടപടി പിൻവലിക്കുന്നതിന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ജനങ്ങളുടെ സംരക്ഷണമാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നെന്ന് പ്രതിയുടെ മൊഴി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുമ്പ് തുറന്നു നൽകും. മൃഗങ്ങളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏപ്രിലിൽ സുവോളജിക്കൽ പാർക്കിൽ ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വേല ആഘോഷ നിറവിൽ അന്തിമഹാകാളൻകാവ്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാളവേല വരവ് ആവേശമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.